ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്കത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങളിലെ കഠിന പ്രയത്നം കൊണ്ടാണ് ഓരോ കുട്ടികളും വേദിയിലേക്ക് എത്തുന്നത്. വ്യക്തമായ തെളിവുകൾ നമ്മൾ സംഘാടക സമിതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്, ഇവർ ഇന്നവർക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അവർ പല സന്ദർഭങ്ങളിലും ഒന്നിച്ചുള്ള പല മീറ്റുകളും നമ്മൾ ഫോട്ടോസ് അടക്കം കൊടുത്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട്. എന്നിട്ട് പോലും വേണ്ട നടപടി എടുത്തിട്ടില്ല. ഒന്നത്. അതുപോലെ തന്നെ ഒരു ഉപജില്ലയിലെ മത്സരത്തിന് ഇരുന്ന വിധികർത്താക്കൾ തന്നെ അടുത്ത ഹയർ ലെവലായിട്ടുള്ള ജില്ലാ കലോത്സവത്തിലേക്ക് വന്നിരിക്കുകയെന്ന് വെച്ചാൽ ഇത് ശരിക്കും തെറ്റായ ഒരു രീതിയാണ്. കൊണ്ടോട്ടി ഉപജില്ലയിൽ വന്നിരുന്ന വിധികർത്താക്കള് ജില്ലയിലും വന്ന് വിധി നിർണയത്തിന് ഇരിക്കാന്ന് വെച്ചാൽ അത് ശരിക്കും ഇതെന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് റിസൾട്ടുകളും വന്നിരിക്കുന്നത്. പല റിസൾട്ടുകളും അനുകൂലമായിട്ടുള്ള കുട്ടികൾക്കല്ല കിട്ടിയിട്ടുള്ളത്. ഈ സംഘടനകൾ മൊത്തം എടുത്ത് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയിപ്പോ ഈ കഴിഞ്ഞ സംഘടനയാവട്ടെ, കഴിഞ്ഞ സംഘടന വളരെ നന്നായിരുന്നു. എല്ലാവർക്കും വളരെയധികം നല്ല റിസൾട്ടും നല്ല എല്ലാ അധ്യാപകന്മാർക്കും വളരെ നന്നായ ഒരു റിസൾട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം കൊടുത്തിരുന്നത്. ഈ വർഷം ഈ ഒരു സംഘടന നടത്തുന്ന സമയത്ത് വളരെ എപ്പോഴും നമുക്ക് 3 വർഷം മുമ്പ് നമുക്ക് പൊട്ട റിസൾട്ടുകളാണ് നമുക്കിവിടെ വരാറുള്ളത്. കേരള നടനം വളരെ മോശമായ റിസൾട്ട് ആയിരുന്നു. ഇന്ന് കുച്ചിപ്പുടി ആണെങ്കിലും വളരെ മോശമായ റിസൾട്ട് ആയിരുന്നു. ഇന്നലെ UP ഭരതനാട്യം വളരെ നല്ല റിസൾട്ട് ആയിരുന്നു, അതും വേണമല്ലോ പറയാ. ഹൈസ്കൂൾ ഭരതനാട്യം നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾക്കുള്ള പ്രശ്നം എന്താ, നമ്മൾ ഒരു ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പറഞ്ഞ സംഘാടകരോട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് അവർ പറയുന്നില്ല, ടൈമിങ് അവർ പറയുന്നില്ല. നമുക്കൊരു സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് അത് അപ്പീൽ കൊടുക്കാൻ പറ്റൂ. നമ്മളോട് മോശമായ രീതിയിൽ, അതാണ് വലിയ ഇത്. കുട്ടിയെ കൊണ്ടുവരൂ, രക്ഷിതാക്കളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇപ്പൊ ഈ രാത്രിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അധ്യാപകന്മാർക്കല്ലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. വളരെ മോശമായ രീതിയിലാണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ചില റിസൾട്ടുകൾ വളരെ നന്നാവുന്നുണ്ട്, പക്ഷെ ചില റിസൾട്ടുകൾ വളരെ മോശം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, തുടർന്ന് അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ ജഡ്ജിന് വിളിക്കുക. കാരണം എന്താ വെച്ചാൽ ജഡ്ജ്മെന്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ ഇരുന്ന കുറെ ജഡ്ജിനൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നവരാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഒരു പ്രശ്നം വരും. അത് നമ്മൾ ചോദ്യം ചെയ്യാന്നത് നമ്മളെ ഇങ്ങോട്ടാണ് അവർ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഒരു മോശമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു അപ്പീൽ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു സംഘാടകയിൽ നിന്ന് നമുക്ക് നേരിട്ടൊരു അനുഭവം.